ശ്രീ ജിൻഡോ ജോൺ, കേരളത്തിലെ ജനങ്ങൾ എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും നിലവിലെ ഭരണത്തെ വിലയിരുത്തിയും ഒക്കെ ആയിരിക്കും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. ഇതിനോടകം തന്നെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളും ഉണ്ടാവും. അതിനിടയ്ക്ക് മുന്നണി മാറ്റം, മുന്നണിയിലേക്ക് കുറേ ആൾക്കാരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് വരൽ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിവിധ കേരള കോൺഗ്രസുകളുടെ മുന്നണി മാറ്റം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ കേരള കോൺഗ്രസ് ഇടതു മുന്നണിയിലേക്ക് പോയത്. അതിനു മുമ്പ് 2010 PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് LDF നിന്ന് ഇതുപോലെ LDF നിന്ന് മാറി UDF പോകുന്നു, മറ്റേ കേരള കോൺഗ്രസിൽ ലയിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാട്ടം എന്ന് പറയുന്നത് കണ്ട് മടുത്ത് അതൊക്കെ പഴയ കാലമല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് പിന്നെയും ഈ ചാക്കിട്ട് പിടുത്തവും പാലം ഇടലും ഒക്കെ ആവശ്യമുള്ള കാര്യമാണോ? ഇത് മൊത്തം ഈ ചരിത്രം മുഴുവൻ ചെയ്യാൻ നിന്ന ഇത് നമുക്ക് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും മൊത്തം കൺഫ്യൂഷനാവും. ആരെങ്ങോട്ട് പോയി ആരെങ്ങോട്ട് വന്നു എന്നൊന്നും കൃത്യമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച എബ്രഹാം മാത്യു ആണെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് പറഞ്ഞെന്ന് തോന്നുന്നു, 2021 കേരള കോൺഗ്രസ് ഇല്ലാത്തത് കൊണ്ടാണ് UDF തോറ്റതെന്ന് അദ്ദേഹം പറഞ്ഞു. 2016 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കോൺഗ്രസിനോട് UDFനോടൊപ്പമായിരുന്നു, എന്നിട്ടും തോറ്റു. 2011 ചെറിയ മാർജിനിലാണ് UDF അധികാരത്തിൽ വന്ന്, അന്ന് UDFൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉള്ളത് കൊണ്ടല്ല തോറ്റതും, ഉള്ളത് കൊണ്ടല്ല അധികാരത്തിൽ വരുന്നതും. അത് അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ജനങ്ങൾ തീരുമാനിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഈ മുന്നണിയിലുള്ളത് കൊണ്ട് ആ മുന്നണി ജയിക്കുമെന്നുള്ള അങ്ങനെ ഒരു ലെഗ് ഫാക്ടർ ഒന്നുമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ആർക്കും വേണ്ട. ഇപ്പോൾ ഇവിടെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനും ലോക്സഭ ഇലക്ഷനും നിയമസഭ ബൈ ഇലക്ഷനും എന്തിന് ചേലക്കര ബൈ ഇലക്ഷൻ കോൺഗ്രസ് UDF തോൽക്കുക ചെയ്തത്. പക്ഷേ LDFൻ്റെ വോട്ട് 40,000 നിന്ന് 12,000 കുറയുക ചെയ്തത്. അതിൻ്റെയൊക്കെ കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുപോലെ തന്നെ ശബരിമല കൊള്ളയുണ്ട്, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. സാധാരണക്കാരെ കൊള്ളയടിച്ച സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും ജനങ്ങളുടെ മുമ്പിൽ ഉണർത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് UDFൻ്റെ വിജയം. അതുമാത്രമല്ല അഭിലാഷേ, ചരിത്രത്തിൽ മുൻപ് ഇല്ലാത്ത വിധം വോട്ടർ പട്ടിക കൃത്യമായി പഠിച്ച് വോട്ട് ചേർക്കുകയും വോട്ട് ഒഴിവാക്കുകയും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു. UDFൻ്റെ സംഘടനാ സംവിധാനം താഴെ തട്ടിൽ ശക്തമായിരുന്നു, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ശക്തമായിരുന്നു. പലപ്പോഴും ഞങ്ങൾ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടിരുന്ന ഈ കാര്യങ്ങളിലൊക്കെയാണ്. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഏറ്റവും മികച്ച രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റി. അതാണ് സമീപകാല വിജയത്തിന്റെ കാരണം. അല്ലാതെ വെറുതെ സർക്കാർ വിരുദ്ധ തരംഗം മാത്രമല്ലെന്നേ, ഞങ്ങൾ അതിന് ആ തരംഗത്തെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പെർഫോം ചെയ്തത് കൊണ്ടല്ലേ, പ്രതിപക്ഷം പെർഫോം ചെയ്തത് കൊണ്ടല്ലേ, ജനപക്ഷ സമരങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടല്ലേ, ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസം ഉണ്ടായത് കൊണ്ടല്ലേ ഞങ്ങൾ ജയിക്കുന്നത്. അല്ലാതെ പിണറായി വിജയനോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രമല്ല, തീർച്ചയായിട്ടും പിണറായി വിജയനോടുള്ള എതിർപ്പ് കൊണ്ടും കൂടിയാണ് ഇത്രയും വലിയ വിജയം കിട്ടിയതെന്നുള്ള സമ്മതിക്കാം. പക്ഷെ അത് മാത്രമല്ല ഇന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനി ഇവരാരുമില്ലാതെ ഇത്രയും വലിയ വിജയം UDFന് കിട്ടിയെങ്കിൽ പിന്നെ ചാക്കിട്ട് പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് UDFനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഏത് സമയത്തും സംസാരിക്കാം, ഏത് സമയത്തും കടന്നു വരാം. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് ധാരണയായി അവരെയൊക്കെ സ്വീകരിക്കാൻ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതിനപ്പുറത്ത് ചാക്കിട്ട് പിടിച്ച് ശക്തി വർദ്ധിപ്പിക്കേണ്ട ഗതികേട് ഇപ്പോൾ UDFന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ UDF സംവിധാനത്തിന് അതിനുള്ള ശക്തി ഉണ്ടെന്ന് തന്നെയാണ് പൊതുബോധവും. അതുകൊണ്ടാണ് CK ജാനു വന്നപ്പോഴും PV അൻവർ വന്നപ്പോഴും ഒക്കെ കൃത്യമായിട്ട് അവരെ സ്വീകരിക്കുകയും അവർക്ക് ഇടം കൊടുക്കാൻ സാധിക്കുകയും ഐഷ പൊറ്റി വ്യക്തിപരമായി കടന്നു വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ പറ്റിയതും ഒക്കെ UDF ഒരു വിശാല സംവിധാനമാണ്. ഇവിടെ എല്ലാവർക്കും പിണറായി വിജയന്റെ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണിയിൽ അതിനെ എതിർത്ത് ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത പോലെയല്ല. ഇവിടെ എല്ലാവർക്കും ഇടമുണ്ടെന്നേ, എല്ലാവർക്കും ഇടമുണ്ട്. ഇനി ക്രൈസ്തവരും ഒരു ഒറ്റ കാര്യം കൂടി, ഈ ക്രൈസ്തവർ അത്രത്തോളം പെട്ടെന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഉള്ളത് കൊണ്ട് ആ മുന്നണി വിശ്വസിക്കുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടേണ്ട. ക്രൈസ്തവർ കൃത്യമായിട്ട് വിവേകമുള്ള ഒരു സമൂഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താമരശ്ശേരി പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അതിൽ ചില രാഷ്ട്രീയ കാരണങ്ങളാണ്. അല്ലാതെ ആ പാർട്ടിയിലെ നേതാവിനോട് പ്രത്യേകിച്ച് ഒരു മമത ഉണ്ടായിട്ടായിരിക്കണമില്ല. JB കോശി കമ്മീഷൻ ഇതുവരെ പുറത്തുവിടാതെ ഒളിച്ചു വയ്ക്കുന്ന ഈ സർക്കാരിനോട് ക്രൈസ്തവർക്ക് വിരോധമുണ്ടാവും. അതുപോലെ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കാതെ റബ്ബർ കർഷകരെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനകീയ വികാരമുണ്ടാവും. വന്യജീവി പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ മലയോര കർഷകരെ വന്യജീവിയുടെ കൊലപാതകത്തിന് വിട്ടുകൊടുക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഉണ്ടാവും. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് സർക്കാർ വിരുദ്ധ തരംഗമാകുന്നതും പ്രതിപക്ഷ വിജയമാകുന്നതും. അപ്പോൾ ഇതിനെ ഏതെങ്കിലും ഒരു ഫാക്ടറിനെ എടുത്തു വെച്ചിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി വന്നതുകൊണ്ട് UDFന് വലിയൊരു വിജയമുണ്ടാകും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ UDF വന്നില്ലെങ്കിൽ UDFന് തകർച്ച ഉണ്ടാകും എന്ന് പറയുന്നത് അതൊരു തെറ്റായ നിരീക്ഷണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കൂടി വന്നാൽ കുറെ കൂടി വേഗതയുള്ള ഒരു പ്രചരണം കിട്ടും. ഈ സർക്കാർ തകരാൻ പോകുന്നു എന്നുള്ളതിന്റെ പ്രചരണത്തിന് കുറെ കൂടി വേഗവും ആക്കവും കിട്ടും എന്നുള്ളതിനപ്പുറത്ത് അതിനപ്പുറത്തൊരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി.